SSLC പരീക്ഷ പൂർത്തിയായി. സാമൂഹ്യശാസ്ത്രമായിരുന്നു അവസാനത്തെ വിഷയം. 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുക. മെയ് 2 വാരം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഗോപാൽ ശിലാസനിലും കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഷബീർ ഓമറുമുണ്ട്. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? അജിംസ്, ഒരു മാസം നീണ്ട പരീക്ഷാ ചൂടിന് ഇന്ന് സമാപനമുണ്ടായിരിക്കുകയാണ്. മാർച്ച് 4 തീയതിയായിരുന്നു SSLC പരീക്ഷ ആരംഭിച്ചത്. ഇപ്പോൾ ഞാനുള്ളത് സെൻറ്റ് മേരീസ് പട്ടം, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നാണ്. അവിടെയാണ് ഞാനുള്ളത്. അവിടുന്ന് പരീക്ഷ എഴുതി, സാമൂഹ്യശാസ്ത്ര പരീക്ഷ എഴുതി വന്ന കുട്ടികളാണ്. മക്കളോ, നിന്നടാ, എങ്ങനെയുണ്ടായിരുന്നു? എവിടെ ഫോൺ വീട്ടിലാണ് നീ വന്നത്? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ല എളുപ്പമായിരുന്നു. സത്യം പറഞ്ഞോ? ഉള്ളത് പറഞ്ഞു. എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. അപ്പോ A+ കിട്ടുമോ? A+ കിട്ടില്ല, B+ കിട്ടും. എന്താ ആ ഒരു കോൺഫിഡൻസ്? എന്താ A+ കിട്ടില്ല, B+ ചെയ്തില്ല? എന്നാ പറ്റി? സമയം കിട്ടിയില്ല, അറിഞ്ഞൂടാ. അവന്റെ ആത്മാർത്ഥം നമ്മൾ പരിഗണിക്കാതെ ഒരേക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ പോണു? പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. പ്രതീക്ഷിക്കാം. 10 പരീക്ഷ കഴിഞ്ഞു. 10 A+ കിട്ടും. ഉറപ്പില്ല, കിട്ടുമായിരിക്കും. A+ നമ്മളെ വിഷയമല്ല. ജയിക്കണം. പരീക്ഷ ജയിച്ചാൽ മതി. A+നുള്ള എഴുതിയിട്ടുണ്ട്, കിട്ടിയാ കിട്ടി. അപ്പോ വീട്ടിൽ കലിപ്പൊന്നുമില്ല? വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത്ര കലിപ്പൊന്നും ഇല്ല. കൊണ്ടുവരും. A+ കിട്ടണം എന്ന് പറഞ്ഞു, പക്ഷെ പ്രതീക്ഷ കിട്ടും. എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അപ്പൊ വിട്ടോ. അപ്പോ എങ്ങോട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അടിപൊളിയായിരുന്നു. അതെന്താ അടിപൊളിയായത്? A+ കിട്ടും. ബുജിയാണോ? സത്യത്തിൽ ബുജിയാണ്. ഭയങ്കര പഠിപ്പാണ്. ക്ലാസ് ലീഡർ ആവാത്തതാണ്. വേണ്ട, അവൻ ആവണ്ടെന്നാണ്. അതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഈസി ആയിരുന്നു. പവർഫുൾ എക്സാം ആയിരുന്നു. വിഷയം സോഷ്യൽ സയൻസ് പവർഫുൾ ആണ്, സിമ്പിൾ ആണ്. സിമ്പിൾ. സോഷ്യൽ സയൻസ് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര A+? ഫുള്ള് കിട്ടുമായിരിക്കും. മാർക്ക് ഇടുന്നവര് കഴിഞ്ഞ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പോവും. ഇപ്പൊ എന്തായാലും ഫുള്ള് കിട്ടട്ടെ. ഉഷാറാവട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് പെൺതരികൾ ഇവിടെ ഉണ്ട്. ഒറ്റ സെക്കൻഡ് ഓടല്ലേ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സ്ക്രൈബാണ്, അതുകൊണ്ട് സഹായിച്ച ആൾക്ക് എളുപ്പമായിരിക്കുമോ? A+ കിട്ടുമെന്നാണ് വിചാരിക്കുന്നു. അത് പറയാൻ പറ്റില്ല. ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെഴുതുമ്പോഴത്തേക്ക് അതിൻ്റെതായ പാട് കാണുമല്ലോ. അപ്പോ മക്കളെ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? A+ കിട്ടും. ഞാൻ 9 സ്ക്രൈബായിട്ട് വന്നേ. നമുക്ക് കിട്ടുന്ന എല്ലാ സ്ക്രൈബുകാരാണല്ലോ. അപ്പോൾ മക്കളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? A+ കിട്ടും. കുഴപ്പമില്ല. A+ നമ്മളെ വിഷയമല്ല. ഒരു മാസം ടെൻഷൻ ആയിരുന്നല്ലോ. ആ ടെൻഷനൊക്കെ ഇന്ന് തീരുവാ. ഇനി എന്താ പരിപാടി? പരീക്ഷ ഉണ്ടെന്താ പരിപാടി? ഈ ഒരു മാസം അടിച്ചു പൊളിക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും നോക്കണം. +1 ഒക്കെ ഏത് എടുക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? കൊമേഴ്സ് എടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കൊമേഴ്സ് ഉഷാറാവട്ടെ, കിട്ടട്ടെ. അപ്പോൾ നിന്ന് സ്റ്റോപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. A+ കിട്ടും. പഠിപ്പികളാണോ? അങ്ങനെയല്ല, എഴുതി A+ കിട്ടും. പഠിക്കുന്നത് നല്ല കാര്യമല്ല ആണെന്ന് നമ്മൾ സമ്മതിക്കണമെന്ന്. അപ്പോൾ ഈ ഒരു മാസം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ പ്ലാൻ? +1 വെക്കേഷൻ ഇല്ല, 2 മാസം. എന്താണ് നിങ്ങൾ? അടിച്ചു പൊളിക്കും. വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ട്യൂഷനൊക്കെ പോയി ചേരാനുള്ള പ്ലാൻ ഉണ്ടോ? വീട്ടുകാരി വെച്ചിരിക്കും. അപ്പോൾ ഫുൾ A+ കൊണ്ട് ചെല്ലാന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഫുൾ A+ ആണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. എല്ലാവർക്കും A+ ഒക്കെ കിട്ടും. സാമൂഹ്യശാസ്ത്രം അധികം കുഴപ്പിച്ചില്ല എന്നുള്ള ലൈനാണ് എല്ലാവരും ഒക്കെ പറയുന്നത്. എന്തായാലും ഈ ഏപ്രിൽ 3 തീയതി ഒരു 5-6 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് മൂല്യനിർണ്ണയ പരിപാടികളൊക്കെ തുടങ്ങും. ഒന്ന് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം ഈസിയാണ്, കുഴപ്പമില്ലായിരുന്നു. സോഷ്യൽ സയൻസ് സാധാരണഗതിയിൽ എഴുതി തള്ളേണ്ട പരീക്ഷയാണ്. അങ്ങനെ എഴുതി തള്ളിയോ? എഴുതി തള്ളിയായിരുന്നു, കുഴപ്പമില്ല. 5 ഭാര്യ ബാഹുബലിയൊക്കെ ഉണ്ടോ? വലിയ സീനില്ലായിരുന്നു. പഠിച്ചൊക്കെ വന്നിട്ടുണ്ട്. പരീക്ഷ ഷീറ്റ് എത്ര വാങ്ങി? ഒരു 5. പിന്നല്ല, അപ്പോൾ 5 അഡീഷണൽ ഷീറ്റൊക്കെ വാങ്ങി A+ ഒക്കെ വാങ്ങിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പറയണ്ടോ? എന്താ പറയാനുള്ളത് ഈ സമയത്ത്? എന്താണ് പറയാനുള്ളത്? പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. ചേട്ടാ, വേറെ ഒന്നും ഇല്ല. അപ്പോൾ അത്തരത്തിൽ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു. പട്ടം ഹൈസ്കൂളിൽ നിന്ന് ഗോപാൽ ശിലാസനിലാണ് ചേർന്നത്. ഷബീർ